ശിരൂരിൽ നിന്നും കണ്ണീർ കാഴ്ച. പുഴയിൽ നിന്ന് കരയ്ക്ക് എത്തിച്ച ലോറിയിൽ നിന്ന് അർജുന്റെ മൊബൈൽ ഫോണും മകനായി വാങ്ങിയ കളിപ്പാട്ടവും ലഭിച്ചു. കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങളും ലോറിയിൽ നിന്ന് കണ്ടെടുത്തു. മൃതദേഹം അർജുൻ്റേത് എന്ന് ഉറപ്പിക്കാൻ DNA പരിശോധന നടത്തുകയാണ്. മൃതദേഹം നാളെ നാട്ടിലെത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഗംഗാവാലിയിൽ കാണാതായ മറ്റ് 2 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇതാണ് അർജുൻ്റെ വാഹനത്തിൻ്റെ ആ ക്യാബിൻ മുഴുവനായും പൊളിച്ച് നീക്കിയിരിക്കുന്നു. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വളരെ വൈകാരികമായ അഭിജിത്താണ് അതിൻ്റെ സഹോദരൻ്റെ ഓരോ വസ്തുക്കളും ഇത്തരത്തിൽ തിരിയുന്നത്. ആ കളിപ്പാട്ടം, ആ കുഞ്ഞു മോന് വാങ്ങിയ കളിപ്പാട്ടം, അതൊക്കെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അർജുന് ആ ലോറി അത് തിരികെ നൽകിയിരിക്കുന്നു. നമുക്ക് കാണാം ആ ദൃശ്യം. ആ ബാഗിലേക്ക് ഉള്ള ആ അർജുൻ്റെ എല്ലാ വസ്തുക്കളും. ഇപ്പോൾ 2 മൊബൈൽ ഫോൺ, അതായത് 3:30 പുലർച്ചെ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ വീട്ടിലേക്ക് വിളിച്ച ആ ഫോൺ, അതിനൊപ്പം മറ്റൊരു ഫോണും ഇവിടുന്ന് ലഭിച്ചു. 2 ഫോണുകൾ. ആ കളിപ്പാട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതാണ് നമ്മൾ തുടക്കത്തിൽ റിപ്പോർട്ട് ചെയ്ത ലോറിയുടെ ഗ്ലാസിന് തൊട്ട് മുൻപിലായി ഇത്തരത്തിൽ ഉണ്ടായിരുന്ന ആ കളിപ്പാട്ടം. അത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അത് അർജുൻ്റെ ലോറി തിരിച്ചു നൽകിയിരിക്കുന്നു എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്തായാലും ഓരോ വസ്തുക്കളും കൂടുതൽ വസ്തുക്കളുണ്ടോ എന്ന് നോക്കുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു ലോറി, അർജുൻ സ്നേഹിക്കുന്ന അർജുൻ്റെ മകന് വേണ്ടി ഒരു ലോറി, അതാണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. ഏതായാലും അഭിജിത്തും ജിത്തിനും ഉൾപ്പെടെ എല്ലാ വസ്തുക്കളും ശേഖരിക്കുന്നുണ്ട്. അർജുൻ്റെ ഓർമ്മകൾ അത് ബാക്കിയാക്കുന്ന വസ്തുക്കളാണ്. അതെല്ലാം കണ്ണാടിക്കല്ല് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഓരോ വസ്തുവും ക്യാബിൻ മുഴുവൻ തുറന്ന് ഇത്തരത്തിൽ നമുക്കിനി ദൃശ്യങ്ങളിൽ അർജുൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഈ ഭക്ഷണം ഉണ്ടാക്കാനാണ്. അതിനുള്ള പാത്രങ്ങൾ തൻ്റെ സഹപ്രവർത്തകർക്ക്, മറ്റ് ലോറി ഡ്രൈവേഴ്സ്, മറ്റവർക്കുമെല്ലാം ഇത്തരത്തിൽ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു അർജുൻ. ആ അർജുൻ്റെ പാത്രങ്ങളാണ് ഈ കാണുന്നത്. അതിൽ ഈ ക്യാബിനകത്ത് തന്നെ അതിന് ലഭിച്ചു. എന്തായാലും അർജുന് ആ ലോറി തൻ്റെ പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു നൽകിയെന്നതാണ് ഈ ദൃശ്യങ്ങൾ അത് പറയുന്നത്. ആ ക്യാബിൻ്റെ മറ്റു ഭാഗങ്ങൾ കാണാം. അതെല്ലാം പൂർണ്ണമായും ഇപ്പോൾ വേർപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം പുറത്ത് എത്തിച്ചിരിക്കുന്നു. ആ അർജുൻ്റെ എല്ലാ വസ്തുക്കളും ഇത്തരത്തിൽ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. ഒരു അസ്ഥിയാണ് ലഭിച്ചത്. ഇനി മറ്റ് നടപടിക്രമങ്ങൾ, അതായത് മറ്റ് നടപടിക്രമങ്ങൾ ഇതാണ്. ഇനി DNA പരിശോധനാ ഫലം ലഭിച്ചാൽ നാളെ വൈകിട്ടോടുകൂടി അത്തരത്തിൽ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. നാളത്തേക്ക് പരിശോധനാ ഫലം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ രാവിലെയോടുകൂടി മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടിലെത്തിക്കും. കർണാടക സർക്കാരിൻ്റെ ചെലവിലായിരിക്കും മൃതദേഹം കൊണ്ടുപോകുക. മുഴുവൻ ചെലവും കർണാടക സർക്കാർ വഹിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഒപ്പം കർണാടക പോലീസും കണ്ണാടിക്കലിലെ വീട് വരെ അനുഗമിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അർഹിക്കുന്ന ആ യാത്രയപ്പ് അത് തന്നെയാണ് ഈ അർജുന് കർണാടക സർക്കാർ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പല ആൾക്കാരും, കർണാടകത്തിൽ നിന്നുള്ള പല പ്രമുഖരും അവിടെ എത്തും. സതീഷ് സേൽ MLA എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള വൈകാരികമായ ഒരു രംഗങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ശിരൂർ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി ഇത്തരത്തിൽ DNA പരിശോധനാ ഫലം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ നിന്നും പോകാൻ യാത്ര പുറപ്പെടാൻ പറ്റും. ആംബുലൻസിൽ പോലീസ്, കർണാടക പോലീസ് ആംബുലൻസ് അനുഗമിക്കും. അത്തരത്തിൽ മറ്റന്നാൾ രാവിലെയോടുകൂടി കണ്ണാടിക്കലിലെത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ കാർവാറിലുള്ള ജില്ലാ ആശുപത്രി മോർച്ചറിലാണ് അർജുന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ലോറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു അസ്ഥിയും ലഭിച്ചിട്ടുണ്ട്. അർജുന് ഉപയോഗിച്ച വസ്തുക്കളും ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ലോറി പൂർണ്ണമായും പുറത്തേക്കെടുത്ത് ക്യാബിൻ പൂർണ്ണമായും പൊളിച്ചു മാറ്റി. അതിനകത്തൊക്കെ പരിശോധന പൂർത്തിയായിരിക്കുന്നു. ഇനി അർജുനെ DNA പരിശോധനാ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. KV ബൈജു, ന്യൂസ് 18, ശിരൂർ. RC ബുക്ക് മുതൽ കളിപ്പാട്ടം വരെ എല്ലാം ഗംഗാവലിപ്പുഴ തിരികെ നൽകി. അർജുൻ ഉപയോഗിച്ച വസ്ത്രങ്ങളും 2 മൊബൈൽ ഫോണുകളും ലഭിച്ചു. അർജുൻ കാത്തുസൂക്ഷിച്ച ഓർമ്മകളുമായാണ് ജിതിൻ അടക്കമുള്ളവർ നാട്ടിലേക്ക് മടങ്ങുന്നത്. അർജുൻ്റെ വാഹനം, അർജുന് തൻ്റെ ഇഷ്ടപ്പെട്ട ആ വസ്തു, അതായത് തൻ്റെ 2.5 വയസ്സുള്ള കുഞ്ഞുമകന് വാങ്ങിയ കളിപ്പാട്ടം ഉൾപ്പെടെ ഇപ്പോൾ തിരികെ നൽകിയിരിക്കുന്നു. എന്തായാലും ഇതെല്ലാം ഓർമ്മകളാണ്. ആ ഓർമ്മകളെല്ലാം കണ്ണാടിക്കലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. എന്നാലും ജിതിൻ ഈ വൈകാരികമായ നിമിഷത്തിൽ ജിതിൻ എന്തൊക്കെ വസ്തുക്കളാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്ത് നടന്നിട്ട് 2.5 വയസ്സുള്ള മകന് വേണ്ടിയ കളിപ്പാട്ടം. അതെ, അത് അർജുൻ്റെ
മകൻ അയൻകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവായിരുന്നു. അതിന് ഫേവറേറ്റ് ആയതുകൊണ്ട് അർജുൻ അത് തിരിച്ച് ക്യാബിനിലേക്ക് തന്നെ അവൻ്റെ ഒരു അലങ്കാര വസ്തുവായിട്ട് അത് ക്യാബിനിൽ എപ്പോഴും ഉണ്ടാകുന്ന വാഹനമായിരുന്നു അത്. ഞാൻ ലാസ്റ്റ് തവണ കയറിയപ്പോഴും ആ വാഹനമൊക്കെ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പോഴും മകന് അവൻ കൂടുതലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ തരത്തിലുള്ള ലോറി, അതിനോടനുബന്ധിച്ച വാഹനപരമായിട്ടുള്ള കളിപ്പാട്ടങ്ങളായിരുന്നു കൂടുതലും വാങ്ങിക്കൊടുക്കാറ്. തീർച്ചയായിട്ടും നമുക്ക് അവൻ്റെ 2 മൊബൈൽ ഫോൺ, വാച്ച്, അതടങ്ങിയ പിന്നെ മറ്റു ഡോക്യുമെൻറ്റ്സ്, മറ്റു പാത്രങ്ങളെല്ലാം, ഡ്രസ്സ് എല്ലാം, അവൻ്റെ അവസാനത്തെ ഉപയോഗിച്ച ഡ്രസ്സുകളെല്ലാം ലഭിച്ചു. ഇതൊക്കെ സംബന്ധിക്കുന്നത് വളരെ വളരെ നമുക്ക് ആശ്വാസകരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം നമ്മളിനി ഓർമ്മയായി, അർജുൻ്റെ ഓർമ്മയായി കണ്ണാടിക്കലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ? തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകും. എന്നാലും ഈ ലോറി, അർജുൻ്റെ പ്രിയപ്പെട്ട ലോറി, തൻ്റെ ഇഷ്ടപ്പെട്ട വസ്തുക്കളെല്ലാം തിരിച്ചു നൽകി എന്നതാണ് ഇവിടെ നിന്ന് നൽകാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. KB ബൈജു, ന്യൂസ് 18, ശിരൂർ. നാളെ തന്നെ നാട്ടിലേക്ക് മടങ്ങാമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് ന്യൂസ് 18നോട് പറഞ്ഞു. കുറേ വേദനകൾ സഹിച്ചു, എല്ലാത്തിനും ഉത്തരമായിരിക്കുന്നുവെന്നും അഭിജിത്ത് പ്രതികരിച്ചു. അർജുന്റെ സഹോദരനാണ്, അഭിജിത്താണ്. അഭിജിത്ത് ഇവിടെ തുടക്കം മുതൽ തന്നെ ഇവിടെ വലിയ സങ്കടത്തോടെ, ഒരുപക്ഷെ നമ്മളൊക്കെ അഭിജിത്തിനെ ആശ്വസിപ്പിക്കേണ്ട രീതിയിൽ പലപ്പോഴും തളർന്നു പോകുന്ന അഭിജിത്തിനായിരുന്നു കണ്ടത്. എന്തായാലും അഭിജിത്തിനും കാര്യങ്ങൾ പറയാൻ. അഭിജിത്ത്, ഇപ്പോൾ നമ്മളെ കാത്തിരിപ്പിന് ഒരു ഫലം ഉണ്ടായിരിക്കുന്നു. ഏതായാലും നമുക്ക് ജീവനോടെ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചതാണ്. ജീവനോടെ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ ഏട്ടനെ ഇവിടെ വിട്ടേച്ച് പോകാനുള്ളൊരു മനസ്സില്ലേനും. അതാണ് ഈ ഒരു 70 ദിവസമായിട്ട് ഇവിടെ തന്നെ നിന്നത്, ഏട്ടന് വേണ്ടിയിട്ട് കാത്തുന്നത്. അതിനൊരു ഉത്തരമായി ഇനി നാളെ തന്നെ ഏട്ടനെ കൊണ്ട് പോകാന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ബന്ധം സഹോദരനുമായുള്ള? എന്റെ ഓർമ്മ വെച്ച മുതൽ എന്നെ എടുത്തു വളർത്തിയതും എന്റെ പഠനത്തിന്റെ ആണെങ്കിലും കാര്യത്തിനൊക്കെ ഏട്ടൻ തന്നെയാണ്. അച്ഛന് വയ്യാതായ സമയത്തും ഞങ്ങളെ കുടുംബത്തിനായാലും ഒക്കത്തിനും ഏട്ടൻ തന്നെയാണ് ഉള്ളത്. ഓർമ്മിക്കാന്ന് വെച്ചാൽ 24 മണിക്കൂറും കൂടെയുള്ള ഒരാളെ ഓർമ്മിക്കാതൊക്കെ അപ്പം എന്താ ഉള്ളത്? മൊത്തം ഓർമ്മകൾ തന്നെയാണ്. ഈ ഏറ്റവും അവസാനമുണ്ടായ ഒരു നിമിഷം ഏത് സമയത്തായിരുന്നു? അഭിജിത്തുമായി സംസാരിക്കും അല്ലെങ്കിൽ കാണുകയൊക്കെ ചെയ്തൊരു നിമിഷം, അതൊന്ന് ഓർമ്മിക്കണം. അതായത് ഈ ഒരു ട്രിപ്പിന് പോകുന്നതിന്റെ തൊട്ടു മുന്നേ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനും ഏട്ടനും കൂടിയും. അന്നത്തേക്കുള്ള ഭക്ഷണം, അന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേന്ന് രാവിലെ പോകുന്നത് ഞാൻ കണ്ടില്ല. പൊലച്ചയ്ക്ക് തന്നെ ഏട്ടൻ പോയിട്ടുണ്ട്, പിന്നെ കണ്ടില്ല. പിന്നീട് ഏറ്റവും അവസാനം വിളിച്ചത് ഈ ഒരു ജൂലൈ 15-ന് ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, ഓഡിയോ. 15-ാം തീയതി, അതായത് 16-ാം തീയതി 8:30 ഈ സംഭവം ഉണ്ടാവുന്നത്. കറക്റ്റ് 24 മണിക്കൂർ മുന്നേ 15-ാം തീയതി ഞങ്ങൾ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഏട്ടനോട് പറഞ്ഞത് ഇപ്പോൾ ഞാൻ വണ്ടി ഓട്ടാൻ പോവാണ്, വിളിക്കാന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചതാണ്. പിന്നെ 16-ാം തീയതി ഞാൻ സംഭവം അറിയുന്ന ഉച്ചയാകുമ്പോഴാണ്. പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല, വെപ്രാളായി. അന്ന് രാത്രി ഞാൻ അങ്ങോട്ട് തിരിച്ചതാണ്. അന്ന് മുതൽ ഇന്ന് വരെ കുറേ വേദനകൾ സഹിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഉള്ളൊരു ഉത്തരമായി. കുറച്ചും കൂടി സങ്കടം സഹിച്ചാലും ഇതിനൊക്കെ ഒരു അവസാനമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഏട്ടന്റെ അർജുന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം അവസാന നിമിഷത്തിൽ അതിന്റെ ഒരു കാഴ്ച, അതെങ്ങനെയാണ് ഏട്ടപ്പോൾ ഈ വണ്ടി നാട്ടിൽ കൊണ്ടുവരാണെങ്കിലും ഒക്കെ ഏട്ടന് എപ്പോഴും വൃത്തിയായി കൊണ്ടുനടക്കുന്ന ഒരു വണ്ടിയാണ്. അതായത് ഏട്ടൻ ഞങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന വണ്ടിയാണ്. എപ്പോഴും വീട്ടിലെത്തിയാലും അതിന്റെ കാര്യങ്ങൾ പറയലും വണ്ടിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ പറയലാണ്. ഏട്ടനെ വിട്ടുകൊടുത്തില്ല വണ്ടി. ഈ ഒരു ഇത്ര വലിയ ദുരന്തത്തിലും ഏട്ടൻ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് ഞങ്ങൾക്കും കിട്ടി. ചേർത്ത് പിടിച്ചു. ഏട്ടന് മൊത്തമായിട്ട് തന്നെ ആ വണ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. മറ്റ് വീട്ടുകാരുടെ സംസാരിച്ചോ? ഇത് കഴിഞ്ഞ ശേഷം അങ്ങനെയായിരുന്നു അഭി സംസാരിച്ചത്? ഞാൻ നല്ല വീട്ടിലേക്ക് വിളിച്ചത്. അമ്മ അച്ഛനും അതിൻ്റെതായ സങ്കടത്തിലാണ്. ഓല് റിക്കവറായി വരുന്നതേനും. പിന്നെ എങ്ങനെ ഒന്നും കൂടി ഇതായി പറഞ്ഞപ്പോൾ ഓൽക്ക് എന്നേക്കുള്ള സങ്കടത്തിനെക്കാട്ടി നല്ലത് കുറച്ച് സങ്കടപ്പെട്ടാലും റെഡി ആവുമല്ലോ. 2-3 മാസം കൊണ്ടൊക്കെ റെഡി ആവുമായിരിക്കും. അതുപോലെ തന്നെ ദൗത്യം ഇന്നലെ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായത്. നമ്മളിപ്പോ രാവിലെ മുതൽ അതിന്റെ ഒരു സങ്കടം ഉണ്ടായി. ചിലപ്പോൾ നിർത്തുവോ അറിയില്ല. പക്ഷെ ഞങ്ങൾ ഗവൺമെന്റ് പറഞ്ഞ 10 ദിവസം തുടരും എന്നാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടായി. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഒരു 10-11 മണിയായപ്പോൾ എന്തോ അതിനുള്ളിൽ കാര്യമായിട്ടുണ്ട് ഞങ്ങൾ മനസ്സിലായി. ഞങ്ങളത് ആദ്യം നമുക്കറിയാലോ, ടാങ്കർ ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലോ, ഞങ്ങൾ അങ്ങനെയാണ് ഇന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുകയും പിന്നെ എല്ലാവരും വരാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. അപ്പം പൊന്തിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഏട്ടനും കൂടി ഉണ്ട് പറഞ്ഞപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇന്നലെയൊക്കെ ഉണ്ടായത്. ഇത്ര ദിവസത്തെ കാത്തിരിപ്പിനൊരു അവസാനം. കർണാടക സർക്കാരിന്റെ ചെലവിൽ മൃതദേഹം നാട്ടിൽ എത്തിക്കുമെന്ന് കാർവാർ MLA.
കർണാടക പോലീസ് വീട് വരെ അനുഗമിക്കും. നാളെ വൈകിട്ടോടെ മൃതദേഹം വിട്ടു നൽകാൻ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സതീഷ് കൃഷ്ണാസിയിൽ പറഞ്ഞു. Yesterday, whatever we got the part of body of the Mr. Arjun, it has been shifted to the hospital, medical college. Some portion on a small piece also we got today. That also we are sending there. And we are doing the FSI report on that. And after receiving FSI report, we will see that DNA test will match, and there is no problem because DNA test it has to be matched because it is found inside the vehicle. Okay, it is only a procedure we have to make, and immediately we'll make our ambulance from Karnataka, and that ambulance will go to till Arjun's place, and with the police department we will deliver the body to Arjun's family, and truck this Bharat Benz will come and recover for insurance salvation. And this is already the work has to be made very speedily because yesterday our MP has called. Ashraf has come yesterday night only, and mainly Venugopal has called me, and he told specifically immediately give the direction to the police department and you do it very fast so that it will reach, the body will reach in Arjun's place immediately. And I don't think so. Now Arjun's sister's husband is here only. We told him to go to Karwar and make the procedure in the hospital so that procedure will be done, and we will start our work as it is, because we have to got 2 our bodies of Lohit and one more Jagannath. Okay, that also we will do it. രണ്ടുപേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരും എന്നുകൂടിയാണ് MLA പറയുന്നത്. മറ്റു വാർത്തകളിലേക്ക്